ഹായ് ഓൾ, ഞാൻ ഹണി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 6 ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡീപ്പ് ഓയിലിങ്ങും കൂടാണ്ട് അത് കഴുകിക്കളയാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു താളിയുമാണ്. നമ്മുടെ ഈ ഹെയർ കെയർ ചലഞ്ച് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കാനും പുതിയ മുടി കിളുക്കാനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഈ ഡീപ്പ് ഓയിൽ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ എണ്ണ തയ്യാറാക്കി ആ എണ്ണ വെച്ചിട്ടാണ് ഈ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്നത്. അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയും നമ്മുടെ മുറ്റത്ത് നിന്ന് എടുത്തിരിക്കുന്ന 1-2 സാധനങ്ങളും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് കൊടുക്കാനും മറക്കരുതേ. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എണ്ണ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെറു ചൂടോടെയാണ് ഈ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറിച്ചെടുത്തിരിക്കുന്ന കുറച്ച് തുളസിയില, അതുപോലെ ഒരു 1/2 സ്പൂൺ അളവിൽ ഉലുവ, 2 ചുവന്നുള്ളി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത്. അതായത് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവണക്കെണ്ണ ഒരിക്കലും ചൂടാക്കരുത്. അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം, ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇതൊന്ന് ചൂടായി ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്കൊന്ന് ഊറി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അധികം തിളച്ച് കരിയേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളറിൽ വരുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറട്ടെ. അതായത് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ചൂടാകുമ്പോഴേക്കും നമുക്കിത് കുറേശ്ശെയായിട്ട് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോഴും ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ മുടിയുടെ ഓരോ വകച്ചിലെടുത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഭാഗത്ത് മസാജ് കൂടി കൊടുക്കുക. അതുവഴി ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് പുതിയ മുടി കിളുക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. ഞാനിപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നൊരു ഭാഗമാണ് നമ്മുടെ തലയോട്ടിയുടെ, അതായത് തലയുടെ പുറകു ഭാഗം. ആ ഭാഗത്തു കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുവഴി നമുക്ക് പുതിയ മുടി കിളുക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള താളി നമുക്ക് തയ്യാറാക്കാം. നമ്മൾ താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 20 ചെമ്പരത്തിയിലയാണ്. അധികം മൂക്കാത്ത ചെമ്പരത്തിയില തണ്ടൊക്കെ പറിച്ച് ഞാൻ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതുകൂടി എടുത്തു വെച്ചതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ചെമ്പരത്തിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ചെമ്പരത്തിയിൽ എടുക്കുമ്പോൾ വൃത്തിയായി കഴുകുക കേട്ടോ. അതിൽ വല്ല പ്രാണി ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി ഞാൻ ആ മുട്ടയില്ല അതിൻ്റെ വെള്ള മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇടണമെങ്കിൽ ഇടാം, സ്മെല്ല് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞാൻ വെള്ളം മാത്രം ഇട്ടിരുന്നത്. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോറിന് പകരം നിങ്ങൾക്ക് ചോറ് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ എന്തായാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇളം ഇലയായതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കുക. എന്തായാലും ഞാൻ ഇത് കുറേശ്ശെയായിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അധികം സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയുക. അടിപൊളി റിസൾട്ട്.